വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് NSG കമാൻഡോകൾ ഏത് പ്രശ്നങ്ങളിലും ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും മിന്നൽ പോലെ ഇടപെടുന്നവരാണ്, അതിന് പരിഹാരം കണ്ടെത്തുന്നവരാണ് NSG കമാൻഡോസ്. പ്രശ്നബാധിത മേഖലകളിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന പ്രദേശങ്ങളിലും ഇവർ പറന്നിറങ്ങാറുണ്ട്. ഇന്ന് രാജ്യം ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം, തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് അയോധ്യ എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ കവാടമായി തന്നെ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അയോധ്യയിൽ ഒരു വലിയ ത്രെട്ട് നിലനിൽക്കുന്നുണ്ട്. അതിനെ ചെറുക്കാനും അങ്ങനെ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അതിനെ നിലംപരിശാക്കാനും വേണ്ടിയിട്ടാണ് NSG കമാൻഡോസിൻ്റെ പ്രത്യേക സംഘത്തെ അയോധ്യയിലെത്തിക്കുന്നത്. എന്നാൽ ഇതിനൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കേരളത്തിലും NSGയുടെ ഒരു യൂണിറ്റ് ആരംഭിക്കാനുള്ള ഒരു സൂചന പുറത്തു വന്നിരിക്കുന്നു. എന്തുകൊണ്ട് എന്നുള്ള കാര്യത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. നേരത്തെ തന്നെ NSG വഹിച്ചിരുന്ന ചുമതല ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം പൂർണ്ണമായും CRPFന് കൈമാറാനുള്ള ഒരു തീരുമാനം നൽകിയിരുന്നു. തിരഞ്ഞെടുപ്പ് കാലത്ത് അനിഷ്ട സംഭവം ഉണ്ടാകാം എന്നുള്ളത് കരുതിയാണ്, മുൻകരുതൽ എന്ന രീതിയിൽ തന്നെയാണ് NSGയെ അവിടുത്തെ സുരക്ഷാ ചുമതല ഏൽപ്പിച്ചത്. NSGയെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും രാജ്യസുരക്ഷയ്ക്കും വേണ്ടി പൂർണ്ണമായും നിയോഗിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. സേനയുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അത് നിറവേറ്റാൻ വേണ്ടി ഡ്രോൺ വിരുദ്ധ സൗകര്യം ഉൾപ്പെടെയുള്ള പല പ്രത്യേക സൗകര്യങ്ങളും അയോധ്യയിൽ സൈനികർക്ക് താവളം സ്ഥാപിക്കുന്നത് അടക്കമുള്ള ചർച്ചകൾ സർക്കാർ നടത്തും. ഒരാക്രമണം സംഭവിച്ചാൽ ആ പ്രദേശം എങ്ങനെ സുരക്ഷിതമാക്കാം, അതിന് ഈ സഹായം വളരെയധികം ഉപയോഗപ്പെടും. ഈ യൂണിറ്റിന് പ്രത്യേകം ആൻറ്റി ഡ്രോൺ ഘടകം ഉണ്ടായിരിക്കുമെന്നും അതുകൂടാതെ ഏത് ആക്രമണത്തെയും തടയാൻ 24 മണിക്കൂറും ഇവർ യുദ്ധസജ്ജമായിരിക്കും. എന്തു തന്നെ സംഭവിച്ചാലും ഇവർ കുലുങ്ങില്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള പ്രദേശങ്ങളിലൊന്ന്, ഏറ്റവും അധികം വെല്ലുവിളി ഉയരുന്ന ഒരു പ്രദേശങ്ങളിലൊന്നാണ് അയോധ്യ. ലോകത്തെ പല ഇസ്ലാമിക് ഭീകര സംഘങ്ങളും ഇവിടേക്ക് ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റ് അടക്കമുള്ള പല സംഘടനകൾ അയോധ്യയെ നോട്ടമിട്ടിരിക്കുന്നു. 2024 ജനുവരി 22 നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ രാമക്ഷേത്രം നിൽക്കുന്ന പ്രദേശം NSG ആയിരുന്നു സുരക്ഷിതമാക്കിയത്. കർശനമായ സുരക്ഷാ സംവിധാനം അവിടെ അവർ ഒരുക്കിയിരുന്നു. സമാധാനപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നു. നൂറുകണക്കിന് ആളുകൾ അവിടെ തീർത്ഥാടനം നടത്തിയിരുന്നു, സന്ദർശനം നടത്തിയിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അവരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ കേരളത്തിലും ഒരു പ്രത്യേക യൂണിറ്റ് തുടങ്ങാനുള്ള ആലോചനയിലാണ് സർക്കാർ. NSGയുടെ അംഗബലം കുറയ്ക്കാനും സർക്കാർ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. NSGയുടെ ബ്ലാക്ക് ക്യാറ്റ് കമാൻഡോകളെയും VIP സുരക്ഷാ ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കും. അതിന് പകരം മറ്റ് ഡ്യൂട്ടികൾ ഇവർക്ക് നിർവഹിച്ച് നൽകുമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിക്കുന്നത്. പാർലമെന്റിൽ നിന്നും ഈ അടുത്തായി തന്നെ നീക്കം ചെയ്തിട്ടുള്ള പാർലമെന്റ് ഡ്യൂട്ടി ഗ്രൂപ്പ് CRPFന്റെ VIP വിഭാഗത്തിൽ ചേരുകയാണ് ചെയ്യുന്നത്. അതിൽ ലയിക്കും. നിലവിൽ NSGയിൽ നിന്നും സുരക്ഷാ കവചമുള്ള 9 VIPകളുണ്ട്. അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഈ സൈനികരിലേക്ക് മാറ്റി നൽകാനും തീരുമാനമുണ്ട്.